താരസംഘടനയായ അമ്മയിൽ ഉടലെടുത്ത ഭരണപ്രതിസന്ധികൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് കൂട്ടരാജി നടന്നത്. 17 അംഗങ്ങൾ അടങ്ങുന്ന പേരായിരുന്നു രാജിവെച്ചത്. എന്നാൽ പ്രസിഡന്റായ ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനം ഉപയോഗിച്ച് ഒന്നും തന്നെ അവിടെ ചെയ്തില്ല എന്നും വെറുതെ വന്ന് കൂളിംഗ് ഗ്ലാസ് ധരിച്ച് കുറെ ഷോ കാണിച്ചിട്ട് കുറെ ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് പിന്നാലെ തിരിച്ചു പോകുന്നതാണ് സ്ഥിരം പരിപാടി എന്നുമൊക്കെയാണ് പല ആരോപണങ്ങളും ശ്വേതാ മേനോനെതിരെ പലരും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. എന്നാൽ ഇപ്പോഴിത് വെറും ഭരണപ്രതിസന്ധികളെ കുറിച്ച് മാത്രമല്ല, നടൻ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന മുൻ ഭരണസമിതിയാണ് സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് നടൻ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന മുൻ ഭരണസമിതിയാണ് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണമെന്നും മാത്രമല്ല, ഇത് വലിയ രീതിയിൽ തന്നെ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട് എന്നും മുൻ കമ്മിറ്റിയുടെ കണക്കുകൾ പൂർണ്ണമായും തെറ്റായിരുന്നുവെന്നും കോടിക്കണക്കിന് രൂപ ബാങ്ക് വഴി അല്ലാതെ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുമൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന രൂക്ഷമായ വിമർശനങ്ങൾ. ശ്വേതയെ മാത്രം കുറ്റപ്പെടുത്താനാവില്ല എന്നും താൻ ആരുടെയും കളിപ്പാവാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അതുകൊണ്ടാണ് ഈ രാജിവെക്കുന്നത് എന്നും തന്നെയായിരുന്നു നടിയും അന്ന് വ്യക്തമാക്കിയത്. സത്യം പറഞ്ഞാൽ മുൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവർ വരുത്തിവെച്ച വിനവിയാണ് ഞങ്ങൾ തുറന്നു കാട്ടിയത്. ട്രഷറി ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ കമ്മിറ്റി മുന്നോട്ട് പോയത്. എങ്കിലും സെപ്റ്റംബർ 3 മുതൽ എല്ലാ കണക്കുകളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുൻപുള്ള കണക്കിലൂടെയാണ് ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം അതിനു മുൻപുണ്ടായിരുന്ന സംഘത്തോട് തന്നെയാണ് അതിനെക്കുറിച്ചൊക്കെ തന്നെയും തിരക്കേണ്ടത്. ഇതിൽ നിന്നും എല്ലാം ഒഴിഞ്ഞതിൽ ഇപ്പോൾ ആശ്വാസമുണ്ടെന്നും കമ്മിറ്റിയിലെ ചിലരൊഴികെ ഭൂരിഭാഗം സഹപ്രവർത്തകരോടും തനിക്ക് സഹതാപം തന്നെയാണുള്ളത് എന്നും തന്നെയാണ് ശ്വേതാ മേനോൻ വ്യക്തമാക്കിയത്. അതിലുപരി തന്നെ ശ്വേതാ മേനോനും കുറ്റക്കാരി തന്നെയാണെന്നും ശ്വേതാ മേനോൻ തനിക്ക് ലഭിച്ച അവസരത്തെ ഒട്ടും വിനിയോഗിച്ചില്ല എന്നൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും പറയുകയും ചെയ്യുന്നത്. എന്തൊക്കെയായാലും ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയിരുന്ന അമ്മ സംഘടനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.